മഖ്ദൂമുമാർ മഹാനരായ ശൈഖവറുകളുടെ മുരീദായി ജീവിച്ച ആളാണ്. മഖ്ദൂമുമാരിൽപ്പെട്ട പ്രധാനി എഴുതിയ മൗലിദ് ഞാനൊന്ന് സ്പീഡിൽ വായിച്ച് നിർത്താം. വദുകിറ ഫീ തദ്കിറതി മനാഖിബി ശൈഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ മനാഖിബിൽ എഴുതുന്നത് മഖ്ദൂമി പാരമ്പര്യമുള്ള കൊണ്ടോട്ടിയിലെ ഏറ്റവും വലിയ ആലിമാണ് എണ്ണുന്നത് ഫന്നാനിയിൽ നിന്ന് വന്ന മഹാനാണ്. അവര് പറയാണ് അന്നഹു ഖാൽ ഇന്നി കുന്തു ഫി സഫർ അസ്മഉ. മഹാനായ മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടോട്ടിയിലേക്ക് വെറുതെ വന്നതല്ല, അതാരുടെ കൽപ്പനയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അജ്മീർ ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന പോലെ മഹാനരായ സയ്യിദവറുകളോട് ശൈഖ് മുഹമ്മദ് ഷാ തങ്ങളോട് ഹബീബായ തങ്ങൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ്, അവരുടെ പേര് മുഹമ്മദ് എന്നാണ്, സിർ ഇലാ മജ്മഇന്നാസ് ഫഅർഷിദ് മിൻഹുൽ ഉസാത്ത്. ജനങ്ങളുള്ള സമീപം അത് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടത്തേക്ക് നിങ്ങൾ പോകണം, എന്നിട്ട് പാവപ്പെട്ട ആളുകളെ നിങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരണം. മഹാനരായ ഔലിയാക്കളിൽ രാജാവായ അജ്മീറായ കേരളത്തിന്റെ അജ്മീറായ ഹദറത്ത് മുഹമ്മദ് ഷാ തങ്ങൾ വളരെ വിനയത്തോടെ പറയുന്നു, ഇന്നി ലസ്തു അഹ്ലൻ ലിൽ മുആലജാത്ത്, എനിക്ക് എന്നെ കൊണ്ടത് കഴിയൂല. അതവരെ താഴ്മയാണ്. കാരണം ലിഅന്ന ഫീഹിമിൽ ഉലമാ വൽ ഖുദാത്ത്, അവിടെ വലിയ വലിയ ആലിമീങ്ങളും ഖാദിമാരൊക്കെ ഉള്ള സ്ഥലല്ലേ, ഞാൻ എങ്ങനെ പോകാനാണ്? അതാ ഫറഅയ്തു ഫീ ഹാലിൽ ജദ്ബി അയാന ഇൽഹാമൻ മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്. ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ ആ അവസ്ഥയിൽ അള്ളാന്റെ റസൂലിനെ ഞാൻ കാണുകയാണ്, അവിടുത്തെ ഇൽഹാം വരികയാണ്. സ്വഹാബത്തും അവരുടെ കൂടെയുണ്ട്. ഖിയാമൻ വഖബ്ബൽതു ഖദമൈഹി, ഹബീബായ തങ്ങൾ തന്നെ നേരെ വരുന്നു. ആരെ സമീപത്ത്? മുഹമ്മദ് ഷാ തങ്ങളുടെ സമീപത്ത്. ഞാൻ അവിടുത്തെ പാദം ചുംബിക്കുകയാണ്, എൻ്റെ കൈ പിടിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് എന്നോട് പറയുന്നു, പ്രയാസമുണ്ടോ? ആളുകൾക്കിടയിൽ അവരെ തർബിയത്ത് ചെയ്യാൻ പോകുമ്പോൾ പ്രയാസമുണ്ടോ? വായ തുറന്നോളൂ. ശൈഖ് ജീലാനി തങ്ങളോട് ഗൗസുൽ ആദമിനോട് പറഞ്ഞില്ലേ, ഇഫ്തഹ് ഫാ, വായ തുറന്നോളൂ, തുപ്പിക്കൊടുക്കുകയാണ്. അതല്ലേ വേദം വിളങ്ങി പറവാൻ മടിച്ചാരെ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. മുഹമ്മദ് ഷാ തങ്ങളെ വായ തുറക്കാൻ പറയുന്നു. സുമ്മ തഫല ഫീ ഫിയ, എൻ്റെ വായയിൽ തുപ്പിത്തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ നാദാനി അലിയുൻ കറമല്ലാഹു വജ്ഹ, അലിയാർ എന്നെ വിളിക്കുകയാണ്. എന്നോട് പറയുന്നു, തുപ്പിത്തന്നല്ലോ, ഇനി അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഅർശിദിന്നാസ്, അള്ളയും റസൂലും നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്ന പോലെ നിങ്ങൾ അതാ തർബിയത്ത് ചെയ്യണം ആളുകളെ എന്ന് അലിയാർ വന്ന് പറയുകയാണ്. ആ നോട്ടത്തിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ അതാ അതിൻ്റെ പിന്നിൽ രണ്ടു മഹാവ്യക്തിത്വങ്ങളുണ്ട്. ഒന്നാരാന്നറിയോ? അൽ ഗൗസുസ് സഖലൈൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ومعين الدين الجشتي ومعهما جماعة من الأخيار والبدلاء والأوتاد والنقباء وفيهم شيخي كرم علي. എൻ്റെ ശൈഖടക്കം വന്നിട്ടുണ്ട്, ഗൗസുൽ ആദമുണ്ട്, ഖാജാ തങ്ങളുണ്ട്. എല്ലാവരും എന്നോട് പറയാ, കുല്ലുഹും ജമീഅ ഖാലൂ ലീ, എന്നോട് പറയാണ്. എന്താ പറയുന്നത്? വേഗം വേഗം നിങ്ങൾ വലാ തക്സൽ വലാ തജ്സർ അലാ ദാലിക ഫഖ്ബൽ സരീഅൻ, ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ആളുകളെ തർബിയത്ത് ചെയ്യാൻ വേഗം വേഗം മുന്നോട്ട് പോകണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ മിണ്ടാൻ പാടില്ല, നിങ്ങൾ ഔലിയാക്കളുടെ നേതാവല്ലേ. അൽ ഔലിയാ ഉൽ മദ്കൂർ ഒന്നിച്ചു പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാർക്ക് എന്തിനാണോ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങളെ ഭയപ്പെടണോ അവർക്ക്? അതാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ അവരോട് പറഞ്ഞു കൊടുത്തത് ഈ ആയത്ത. അങ്ങനെ പിന്നെ അവര് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. വെറുതെയല്ല,
അല്ലാഹു അവർക്ക് കൊടുത്ത മഹത്തായ ആ വലിയ പദവിയില്ലേ, അതിനവർ നന്നായി നന്ദി ചെയ്തവരാണ്. മഖ്ദൂം പരമ്പരയിലെ വലിയ പണ്ഡിതനായി എഴുതി വെക്കുന്നത് എല്ലാവരെയും ഒഴിവാക്കി, സിട്ടികളെ മുഴുവനും ഒഴിവാക്കി എത്രയോ വർഷങ്ങൾ കാടുകളിൽ യാത്ര ചെയ്യുകയാണ്, കാടുകളിൽ താമസിക്കുകയാണ്, വലിയ റിയാദകൾ പൂർത്തിയാക്കുകയാണ്. അന്ന് മുഹമ്മദ് ഷാ തങ്ങൾ നിന്നെപ്പോലെ തിന്നു കുബ്ബ വീർപ്പിച്ചതല്ല, ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല. വലാ ശുർബുൻ, വെള്ളമില്ല. ഇല്ലാ ഔറാഖുൽ അസ്ജാർ, മരത്തിന്റെ ഇലകളല്ലാതെ അന്ന് തങ്ങളവറുകൾ ഭക്ഷിക്കാത്ത റിയാദകൾ. വമാഉൽ അൻഹാർ, അതിലൂടെ ഒഴുകുന്ന അരുവിയുടെ വെള്ളമല്ലാതെ അവർ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കടന്നു വന്ന മുഹമ്മദ് ഷാ തങ്ങളെയാണോ മൂക്കറ്റം തിന്ന് അവർ ശരിയല്ലെന്ന് പറയുന്നത്? വിടോ നിങ്ങൾ, അല്ലാഹു തആല മഖ്ദൂം തങ്ങളാ എഴുതി വെച്ചത്. എന്നിട്ട് കണ്ടില്ലേ, ആ സമയത്ത് കാടുകളിൽ നിൽക്കുന്ന കാലം, ആ കാലത്താണ് വലിയ വലിയ സിംഹങ്ങൾ വരികയാണ്. സിംഹങ്ങൾ അവരെ മുമ്പിൽ വരുന്നു. അസദൻ അലീമ വഖാമ ഖുദ്ദാമഹു ഖാലിയൻ മുതഅല്ലിമാ. സിംഹം വരെ മുഹമ്മദ് ഷാ തങ്ങളെ മുമ്പിൽ വന്നിട്ട് വളരെ വിനയത്തോടെ നിൽക്കുകയാണ്. സിംഹം വരെ അതപോടെ നിൽക്കുമ്പോൾ ഈയാം പാറ്റകൾ അവർക്ക് ഭയപ്പെടാനുണ്ടോ? കഴിഞ്ഞില്ല. അന്നത്തെ ആലിമീങ്ങൾ മുഴുവനും വന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ വരാത്തത്? വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. വലിയ വലിയ മഹാന്മാർ, അതേ മൗലിദ് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫലമ്മാ ജാഅ അശ്ശൈഖുൽ ആരിഫുൽ അക്മൽ വവലിയുല്ലാഹി വഔദുൽ അഫ്ളൽ അൽ മുസമ്മാ ബി മുഹമ്മദ് ഷാ തങ്ങൾ കാലിക്കറ്റ് കോഴിക്കോട്ട് വന്നപ്പോൾ മഹാൻ പറയാണ്, ആ സമയത്ത് ദഹബ മിൻ ബലദിനാ അൽ ആലിമുൽ കാമിൽ അബ്ദുൽ അസീസ് ഇബ്നു സൈനുദ്ദീനുൽ മഖ്ദൂമി. ചരിത്രം പഠിക്ക്. ഇതെൻ്റെ കെ കരീം എഴുതി വെച്ചുള്ളത്. ഇത് ആ വലിയ അക്കാലത്തെ ആലിം മഖ്ദൂം കുടുംബത്തിലെ മൂപ്പര് പറയാ, ഞങ്ങളെ നാട്ടിലെ വലിയ ആലിമും കാരണവരുമായ അബ്ദുൽ അസീസ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവരവിടെ പോവുകയാണ്. വമഅഹു ഇബ്രാഹിമുൽ ഖലീലിയു, മൂപ്പരല്ലോ അന്നത്തെ ഇബ്രാഹിം ഖലീലി പറഞ്ഞ വലിയ മഹാണ്ട്. ഇവര് ഈ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിലെ ആലിമീങ്ങൾ അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ പള്ളിയിൽ വലിയ മുറാഖബയിലാണ്. പള്ളി പൊളിക്കുന്ന ആളല്ലോ, പള്ളിയിൽ കാശം വിതറുന്നവരല്ല. നേരെ ഈ മഖ്ദൂം കുടുംബത്തിലെ ആളുകൾ അവിടെ പോയി ഇരിക്കുകയാണ്. വസല്ലമ അലൈഹി വജലസ ഇൻദഹു മുതഖാരിബാ. വലിയ കിതാബ് പഠിച്ച മഖ്ദൂം കുടുംബത്തിലെ പ്രധാന ആലിമല്ലേ പോകുന്നത്. വതകല്ലമ ഖലീലൻ ബിൽ ഇൽമിൽ ഹഖീഖി, ഒരൽപ്പം സംസാരിച്ചു ശൈഖ് അവറുകൾ. വലിയ ഹഖായിഖുകളാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ ലമ്മാ അറഫഹു, മഹാനവറുകളെ മഖ്ദൂം കുടുംബത്തിലെ അബ്ദുൽ അസീസ് എന്ന മഹാൻ തിരിച്ചറിയുകയാണ്. അവരെ തുടരാൻ തീരുമാനിച്ചു. വതബിഅ സ്വാഹിബുഹു, കൂടെ പോയവരും അവരെ ആളുകളാവുകയാണ്. വതലബാ മിനശ് ശൈഖി ബിമജീഇഹി ഇലാ ബലദി ദർബിശറ ഫബഅദഹുമാ അശ്ശൈഖു ബിദാക്. അങ്ങനെ അവരെ മുന്നിലുള്ള കരാറുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവർ വന്നതിന് ശേഷം കേട്ടോളൂ, ഫലമ്മാ ജാഅ ശൈഖു റളിയല്ലാഹു അൻഹു, മഖ്ദൂം കുടുംബത്തിലെ ഈ മഹാൻ വന്നപ്പോൾ ഖതബൽ ആലിമുൽ മദ്കൂർ, ഈ പണ്ഡിതൻ കത്തെഴുതാണ് ഇലാ അഖീഹിൽ ആലിമിൽ കാമിൽ, മൂപ്പര സഹോദരനായ മറ്റൊരു പണ്ഡിതന്. ആരാ മൂപ്പര്? അഹ്മദ് ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് കത്തെഴുതിയിട്ട് പറയാണ്, നമ്മളെ നാട്ടിലൊരു മുറബ്ബി വന്നിട്ടുണ്ട്, അവരെ നിങ്ങൾ തേടിപ്പിടിക്കണം, ഞങ്ങൾ അവരെ കണ്ടെത്തി. മുറബ്ബി, അതാ പൊന്നാനിക്കാരെ ഈ ഭാരത്തായി മുറബ്ബിയായ ശൈഖിനെ നിങ്ങൾ കണ്ടെത്തണം. ഫലമ്മാ ഖറഅ കിതാബഹു, ഈ എഴുത്ത് പൊന്നാനിയിലെ മൂപ്പർക്ക് കിട്ടിയപ്പോ മൂപ്പർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ആ സമയം തന്നെ സരിയാൻ വേഗം മുറബ്ബിയായ ശൈഖുണ്ട് എന്ന് കേട്ടാ പിന്നെ ഇനി അവിടെ മുശാവറ യോഗം നോക്കിക്കാൻ പറ്റില്ല, വേഗം പോയിക്കൊള്ളണം.
അങ്ങനെ വസഅലഹു മസായിൽ ഒരുപാട് ഇൽമിങ്ങനെ ചോദിക്കുകയാണ് മുഹമ്മദ് ഷാ തങ്ങളോടാണ്. ഫഅജാബലഹു ജവാബൻ ഷാഫിയാ, നല്ല മറുപടി ഇങ്ങനെ കിട്ടുമ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ ലംഘുകയാണ്. ശൈഖ് അവറുകളുടെ സാന്നിധ്യം തന്നെ എന്തൊരു സന്തോഷം. അവരും അവരുടെ ബൈഅത്ത് ചെയ്ത ആളായി, ആളുകൾ കൂടാൻ തുടങ്ങി. ഫലമ്മാ തബിയൽ ആലിമാനിൽ മദ്കൂറാൻ ഫകാന الناس യുബായിഊനഹു, രണ്ട് പ്രധാന ആലിമ് വന്ന് എല്ലാവരും ബൈഅത്ത് ചെയ്യാൻ തുടങ്ങി. ഹത്തൽ അഹ്റാർ, സ്വതന്ത്രരായ ആളുകൾ, വൽ അഅ്ബാദ്, അടിമകൾ എല്ലാവരും, വജറാ ഇസ്മുഹു, അവരുടെ പേരും അവരുടെ പെരുമയും, ഫീ കുല്ലിൽ ബിലാദ്, അന്ന് തന്നെ കൊണ്ടോട്ടി എന്ന ആ ശൈഖ് അവറുകളുടെ നാമം എല്ലാ നാട്ടിലുമെത്തി. ഇപ്പൊ കുറച്ച് അസൂയക്കാരായ ഉലമാ ഇറങ്ങി. ഇത് കണ്ടപ്പോ ഇത് പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും, ഭരണവല കയ്യിലാകും, നമ്മളെ നേതൃത്വം നഷ്ടപ്പെടും എന്നായപ്പോ ഈ അസൂയാലുക്കൾ ഇറങ്ങാൻ തുടങ്ങി. ഫലമ്മാ കസുറത് ത്വാഇനൂൻ, അങ്ങനെ ആക്ഷേപകർ അന്ന് തന്നെ വന്നു. അതാ ഈ പറയുന്ന പല കിതാബൊക്കെ വായിക്കുന്നുണ്ടല്ലോ, പല മുൻഗാമികൾ പൂർവികർ അവര് വന്നു. ഫവഖഅ ഫീ ഖുലൂബി ബഅദിൽ മുരീദീന ഖലലുൻ, ആ സമയത്താണ് വിശ്വസിച്ച ആളുകളിൽ തന്നെ ബലക്ക് എതിർക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഖലൽ, ഇടർച്ച വന്നു പോയി. വവസ്വാസ്, മഹാമറിയാൻ അഊദുബില്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വതറദ്ദദ കസീറു മിനൽ മുരീദീൻ, ഇവരെ ദുൽമ കൊണ്ട് പല മുരീദുകളും വന്ന് മടങ്ങിപ്പോയി. ചില ആളുകൾ അതാ വക്കാനു മുദബുദബീന ബൈനദാലിക് ലാ ഇലാഹ ഹൗല വലാ ഇലാഹ ഹൗല, അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല നടുവിൽ പെട്ടോലുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ സംഭവം മോശമാണെന്ന് കരുതിയപ്പോ ഹത്താ തഖദ്ദമൽ ഖാദിൽ ആലിമുൽ മുഹഖിഖ് അൽ മഖ്ദൂമിയുൽ ആരിഫിയു അൽ മുദഖിഖ് അബ്ദുൽ അസീസ് ഇബ്നു അഹ്മദുൽ ഫന്നാനി, ഇങ്ങനെ ഒരു വസ്വാസ് വന്നപ്പോൾ അക്കാലഘട്ടത്തിലെ വലിയ ഖാദിയായ മഹാനരായ അൽ മഖ്ദൂമി അൽ ആരിഫ് അബ്ദുൽ അസീസ് ഇബ്നു അഹ്മദുൽ ഫന്നാനി, ഫന്നാനി എന്നതിൽ പ്രത്യേകം ഉണ്ടോ, അവരാണ് അന്ന് ശൈഖുന മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളുള്ളത് അരീക്കോടാണ്. അരീക്കോട്ടേക്ക് ഇവർ പോവുക. ഫലമ്മ വസല ഫീ ബലദി അരീക്കോട്ട്, അരീക്കോട്ടേക്ക് എത്തിയപ്പോൾ ആളുകളൊന്നുമില്ല. ഈ ഖാദി മുന്നോട്ട് പോവുകയാണ്. എന്താ വിഷയത്തിന് ഒരു പരിഹാരം വേണമല്ലോ. ഫസഅല ലഹു മാ സുഇല മിനൽ ഉലൂമിൽ ഹഖീഖി, ഹഖായിഖുകളും വലിയ ചോദ്യങ്ങളും ഇപ്പറഞ്ഞ ഖാദിയാരി ചോദിക്കുകയാണ്. ചോദ്യമങ്ങ് വന്നു. ഫജറാ ബൈനഹുമാ സുആലും വജവാബ് ഫീ സലാസതി അയ്യാം മഅൽ ലയാലി, 3 ദിവസം രാത്രിയടക്കം ശൈഖ് അവറുകൾ അതാ ഇരുന്ന് കൊടുക്കുകയാണ്, മുഴുവനും ചോദിക്കുകയാണ്. ഈ പോയ ആലിമിന്റെ രോമത്തിനോടൊന്നും എല്ലാ മുശാവറയും കൂടിയാലും എത്തുകയില്ല. അങ്ങനെ ചെന്നപ്പോൾ 3 ദിവസത്തെ ചോദ്യവും ഉത്തരവും പൂർത്തിയായപ്പോ ഫബഅദ സലാസ ഖുദ് ഖലഅ ലഹു വഖബ്ബല ഖദമഹു, പോയ ആലിമില്ലേ പൊന്നാനിക്കാരൻ മഖ്ദൂം, അവരവിടെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ്, കാല് ചുംബിക്കുകയാണ്. ഉടനെ ഖാദിയാർ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടുകയാണ്. അതിൽ തിരിച്ചു പോയവരുണ്ട്, അവരെ ആക്ഷേപിച്ചവരുണ്ട്, എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് സുമ്മ ഖാലൽ ഖാദി, ഇതൊക്കെ അന്ന് തന്നെ തീരുമാനമായതാ. നിങ്ങൾ 4:45 ശരീഅത്തുമായിട്ട് മുഹമ്മദ് ഷാ തങ്ങൾ അളക്കാൻ ആരളോ നിങ്ങൾ, ഇതന്ന് തീരുമാനമായതല്ലേ. സുമ്മ ഖാലൽ ഖാദി, ഖാദിയാര് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, അയ്യുഹന്നാസ്, ഒരു വാഴ തന്നെയാണ്, ഓ ജനങ്ങളെ, മൻ അസാ അൽവന്ന ബിമിസ്ലി ഹാദാ, ഈ മഹാനുണ്ടല്ലോ മുഹമ്മദ് ഷാ തങ്ങൾ, അവരെ പോലെയുള്ളവരെ കുറിച്ച് ഒരു തെറ്റായ ധാരണയെങ്കിലും വെച്ചാൽ യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമ, ഈമാനില്ലാതെ കെട്ടു ചത്തുപോകും കേട്ടോ, വെറുതെ എതിർക്കാൻ പോകണ്ട. ഫഇന്ന ശഫാഅതഹു ഫിൽ ഖിയാമ ലിമൻ വഖഅ ബസറുഹു ഇലൈഹി, അവരൊന്ന് നോക്കിയാൽ, അവരെ നോട്ടമൊന്ന് കിട്ടിയാൽ
ആ നോട്ടം കിട്ടിയവർക്ക് വരെ അവിടുത്തെ ശഫാഅത്താണ്. മഹാനവറുകൾ അവരെ പ്രാധാന്യമൊക്കെ എണ്ണി ഇങ്ങനെ പറഞ്ഞപ്പോ ഫതാബ കുല്ലു ദീ ഖലലിൻ, ഇടർച്ച വന്ന ആളുകളൊക്കെ തൗബ ചെയ്തു പോയി. അലാ യദൈഹി, പൊന്നാനിയിലെ ഖാലിയുടെ ആ വാക്ക് കേട്ട് മഹാനവറുകളുടെ കരങ്ങൾ പിടിച്ച്, മുഹമ്മദ് ഷാ തങ്ങളുടെ കരങ്ങൾ പിടിച്ച് തൗബ ചെയ്യുകയാണ്. തൗബത്തൻ നസൂഹാ, നല്ല തൗബ ചെയ്യുകയാണ്. ലിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. അങ്ങനെ നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാർ അക്കാലത്ത് വസ്വാസ് ഉണ്ടാക്കിയപ്പോ ആ വസ്വാസിനെ അന്നത്തെ ഉലമാ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മശായിഖന്മാരെ മദദിൽ ഞങ്ങൾ പറയട്ടെ, മശായിഖന്മാരുടെ അഹ്ലായ ചെറിയ പ്രവർത്തകരായ ഞങ്ങൾ മുഹമ്മദ് ഷാ തങ്ങൾക്ക് നേരെ വരുന്ന, അതുപോലെയുള്ള മശായിഖിന് നേരെ വരുന്ന എല്ലാ ആരോപണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ സംഘം അതിന് എന്നും എല്ലാ കാലത്തും സജ്ജരാണ്. ഒരാൾക്കും കടന്നു വരാൻ തന്നെ ഞങ്ങൾ അനുവദിക്കുകയില്ല.